അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇടയിൽ സംശയത്തിന് നിഴലിൽ ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അവർ ശക്തമായ വിഷാദം അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും അതിനുള്ള പ്രധാനപ്പെട്ട കാരണം? ഭർത്താവ് തന്നെ സംശയിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കുടുംബജീവിതത്തിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ പോകണമെങ്കിൽ അവിടെ ഭർത്താവ് തന്നെ ആദരിക്കുക, റെസ്പെക്ട് ചെയ്യുക, തന്നോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക, ആത്മബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ നിരന്തരം ഭർത്താവിൽ നിന്ന് കുറ്റപ്പെടുത്തുന്ന സംസാരങ്ങൾ കേൾക്കേണ്ടി വരിക എന്നുള്ളത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പലപ്പോഴും പാരനോയിഡ് അല്ലെങ്കിൽ സംശയ രോഗത്തിന് അടിമയായിട്ടുള്ള ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കേണ്ടി വരിക എന്നുള്ളത് ഒരു ഭാര്യയുടെ ജീവിതത്തിൽ അവൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സാഹസികതയാണ്. ഇത്തരത്തിലുള്ള കേസുകളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഒരു ഭർത്താവ് സംശയരോഗത്തിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പോലും പല കുടുംബങ്ങൾക്കും സാധിക്കാറില്ല. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു ഹെൽത്ത് അവയർനെസ് അല്ലെങ്കിൽ മാനസികാരോഗ്യത്തെ സംബന്ധിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടില്ല. പലപ്പോഴും ഒരു പെൺകുട്ടിയെ നിരന്തരം കുറ്റപ്പെടുത്തുന്ന, ആക്ഷേപിക്കുന്ന സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നു. ഭർത്താവിന് സംശയരോഗമുണ്ട്, ഭാര്യയെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മായിമ്മ ആക്ഷേപിക്കുന്നു, ഭർത്താവ് ആക്ഷേപിക്കുന്നു. ഈവൻ സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഉപ്പ ഉമ്മ എല്ലാവരും പറയാണ്, നിന്റെ തകരാറ് കൊണ്ടാണ് അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭർത്താവ് അനുഭവിക്കുന്ന മാനസികാവസ്ഥയാണ് ഈ സംശയരോഗത്തിനുള്ള കാരണം. പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഒരു ഭർത്താവ് ഭാര്യയെ സംശയിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കിസോഫ്രാനിയ പോലെയുള്ള മാനസിക രോഗാവസ്ഥയാണ്. ഇത്തരം മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇല്ലാത്ത കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരാനും ഭാര്യയെ സംശയിക്കാനും ഇടയുണ്ടായിരിക്കും. അയാള് ചെറിയ കാര്യങ്ങൾ തന്നെ വലുതായി കണ്ടുകൊണ്ട് ഭാര്യ ഒരു വലിയ തെറ്റിലേക്ക് പോയിട്ടുണ്ട് എന്ന് സംശയിക്കാൻ ഇടവരുത്തും. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുമായിട്ട് ഫോൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചാറ്റ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഓൾഡ് ക്ലാസ്മേറ്റുമായിട്ട് ഒരു ഫോൺ വിളിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒന്നും ഭാര്യ വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം അന്ന് ആ സംസാരിച്ച സംസാരം അയാൾ മനസ്സിൽ വെക്കുകയും തുടർച്ചയായിട്ട് ഭാര്യയെ അദ്ദേഹം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ബൈപോളാർ മൂഡ് ഡിസോർഡർ പോലെയുള്ള രോഗത്തിന് അടിമപ്പെട്ട, അതായത് ഉന്മാദാവസ്ഥയിൽ എത്തിപ്പെട്ട ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയിൽ നിന്നുണ്ടാവുന്ന ചെറിയ പെരുമാറ്റങ്ങൾ പോലും സംശയത്തിന് ഇട നൽകിയേക്കാം. ഇത് മാനസികാരോഗ്യ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു അപാകതയാണ് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്ന് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മദ്യപാനികളായിട്ടുള്ള അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ട രോഗികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി ഈ മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് ഭാര്യമാരെ അവർ സംശയിക്കുന്നു. സംശയരോഗത്തിന് അല്ലെങ്കിൽ പ്രോൺ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കുണ്ടാവുക. അതുപോലെ ഇന്ന് ചില പാർശ്വഫലങ്ങൾ, പ്രത്യേകിച്ച് ചില മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ആ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ, സൈഡ് ഇഫക്ട്സ് എന്നുള്ള രൂപത്തിലും ഇത്തരത്തിലുള്ള സംശയരോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉറക്കം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഉറക്കമില്ലാതിരിക്കുക എന്നുള്ളതും അത് സംശയരോഗത്തിലേക്ക് എത്തിച്ചേക്കാം. കാരണം ശക്തമായിട്ടുള്ള മാനസിക പ്രയാസങ്ങൾക്ക് നടുവിൽ, മാനസികാഘാതങ്ങൾക്ക് നടുവിൽ, അല്ലെങ്കിൽ ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്സ് ജീവിതത്തിൽ ഉണ്ടായിട്ട് ഉറക്ക് നഷ്ടപ്പെട്ട് ആളുകൾക്കിടയിലും ഇത്തരത്തിൽ ഭാര്യമാരെ സംശയിക്കുന്ന അവസ്ഥ കണ്ടുവരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ, ചിലപ്പോൾ എങ്കിലും നമുക്ക് അയാൾക്ക് അത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം
ഇന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന പല കാര്യങ്ങളും ഒരു മനുഷ്യന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം പ്രവാസ ജീവിതം നയിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ അത്തരത്തിലുള്ള കേസുകൾക്ക് അടിമപ്പെടുന്നുണ്ട്. കാരണം ഭാര്യ ഇവിടെയാണ്, നല്ല സൗന്ദര്യവതിയാണ്, അവൾ വളരെ സ്മാർട്ടായി സംസാരിക്കുന്നുണ്ട്. ഈ സ്മാർട്ടായി സംസാരിക്കുന്നത് അവളുടെ നേച്ചറിൽപ്പെട്ട, അവളുടെ പ്രകൃതത്തിൽപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ അവൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല കുടുംബ പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായി അപകർഷതാബോധമുള്ള ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ തന്നിൽ നിന്ന് അകന്നു പോയേക്കും, തനിക്ക് നഷ്ടപ്പെട്ടേക്കും. കാരണം എന്നെക്കാളും സ്മാർട്ടാണ് അവൾ, എന്നെക്കാൾ സൗന്ദര്യമുണ്ട് അവൾക്ക്, അതുകൊണ്ട് എന്നെ വിട്ടുകൊണ്ട് മറ്റൊരു ആണിലേക്ക് അവൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് സ്വയം അയാൾ ചിന്തിക്കുകയാണ്. ചിലപ്പോഴെങ്കിലും ഈ പഠനത്തിൽ വൈകല്യമുള്ള അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള, ബുദ്ധിപരമായ വിഷയങ്ങളിൽ കുറച്ച് പിന്നോക്കാവസ്ഥയുള്ള ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർക്ക് കാര്യങ്ങൾ കൃത്യമായി വിവേചിച്ചറിയാൻ സാധിക്കണമെന്നില്ല. എന്നാൽ പ്രത്യക്ഷത്തിൽ ആ ഭർത്താവിന്റെ ശരീരം കണ്ടാലോ അല്ലെങ്കിൽ അയാളുടെ രൂപം കണ്ടാലോ ഒരിക്കലും അയാൾക്ക് അത്തരത്തിലുള്ള ഒരു തകരാറ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ മാനസിക നിലയിൽ അയാൾക്ക് ഇത്തരത്തിലുള്ള ഒരു അപാകതയുണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇങ്ങനെയുള്ള ഒരു രോഗത്തിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ രോഗിയുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് വളരെ ദുസ്സഹമായ കാര്യമാണ്. കാരണം നിരന്തരം ആക്ഷേപിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ, വിഷലിപ്തമായ വാക്കുകൾ കൊണ്ട് ആ വ്യക്തിയെ ഹറാസ് ചെയ്യുന്ന, മാനസികമായി മുറിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇത്തരം കേസിൽ ഉണ്ടാകുന്നു. ഈ അടുത്ത് വന്ന ഒരു കേസാണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു പെൺകുട്ടിയും ആ ഒരു പുരുഷനും തമ്മിലുള്ള മാനസികമായിട്ടുള്ള അടുപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഈ ഭർത്താവ് ഇവളെ സംശയിക്കുന്ന ഘട്ടത്തിൽ പരാമർശിച്ച ഒരു വിഷയം, ഞാൻ ഗൾഫിൽ നിന്ന് സാധാരണ അവളെ വിളിക്കാറുണ്ട്, വിളിക്കുന്ന ഘട്ടത്തിലൊന്നും അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇതാണ് കാര്യമായിട്ട് അയാൾ പറഞ്ഞിട്ടുള്ള ഒരു പരാതി. എന്തുകൊണ്ടായിരിക്കും അവൾ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ അവൾ പറയുന്നത്, എപ്പോ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിലും എന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന, എന്നെ സംശയത്തിന്റെ നിഴലിൽ നോക്കുന്ന, എന്നെ ആക്ഷേപിക്കുന്ന കാര്യങ്ങളാണ് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ നെഗറ്റീവായിട്ടുള്ള ടോക്ക് കേൾക്കാനുള്ള താല്പര്യം എനിക്കില്ല. എന്നെ സാന്ത്വനിപ്പിക്കുന്ന, എന്നെ സമാശ്വസിപ്പിക്കുന്ന, എന്നെ തലോടുന്ന, എനിക്ക് സന്തോഷം നൽകുന്ന, എനിക്ക് മനസ്സമാധാനം നൽകുന്ന ഒരു വാക്കുപോലും അയാളിൽ നിന്ന് തീരെ ഉണ്ടാവാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ വരിക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമല്ല. എന്നാൽ ഇവള് ഫോണ് അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഈ വ്യക്തി സംശയിക്കുന്നത് എന്നിൽ നിന്ന് അകന്നുകൊണ്ട് മറ്റൊരു പുരുഷനുമായിട്ട് ഇവക്ക് ലൈംഗികമായിട്ടും ശാരീരികമായിട്ടുള്ള ബന്ധമുണ്ട്, അതുകൊണ്ടാണ് അവൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള സംശയ രോഗത്തിലേക്ക് ഒരു പുരുഷൻ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പുരുഷൻ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ തീർച്ചയായും ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ആ കാരണങ്ങൾ ഇല്ലായ്മ ചെയ്യാനും അതിന് കൃത്യമായിട്ട് ചികിത്സ നടത്താനും കൗൺസിലിംഗ് നൽകാനും മെഡിക്കേഷൻ നൽകാനും ബന്ധുക്കളും കുടുംബക്കാരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.